ഒന്നും പറയാനില്ല, ഒരു കിഡിലൻ ആക്ഷൻ സിനിമ. കാരണം എന്ന് പറഞ്ഞാൽ മാഡ് മാക്സിന്റെ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ഒരു സിനിമ എന്നൊരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി രീതിയിൽ എക്സ്പെക്ടേഷൻസ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് തന്നെയാണ്. സോ ഒരു കാര്യം ഞാൻ റിവ്യൂയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, ആ ഒരു ആക്ഷൻ വിചാരിച്ചാണ് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു സിനിമ കാണാൻ പോകുന്നതെങ്കിൽ കൊടുക്കുന്ന കാശിനുള്ള മുതൽ പടത്തിൽ നിന്ന് നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ നേരെ റിവ്യൂലേക്ക് കിടക്കാം. സോ ജോർജ് മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയറക്ടറിന്റെ കഴിവ് നമ്മൾ ഒറിജിനൽ മാഡ് മാക്സ് സിനിമ മുതൽ തന്നെ ഫ്യൂറി റോഡ് വരെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. എത്ര കിഡിലൻ ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ് ഈ പറയുന്ന ആ ഒരു വേൾഡ് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെ. ആൻഡ് അതിൽ നിന്ന് ഒരൊട്ടും കുറവും അല്ലെങ്കിൽ ഒരൊട്ടും വിട്ടുവീഴ്ച വയ്ക്കാതെ തന്നെയാണ് നമുക്ക് ഫ്യൂരിയോസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം ഓൾറെഡി ഫ്യൂറി റോഡ് ആക്ഷൻ ഒരു എപ്പിക് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് തന്നെയാണ്. സോ അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്, ആ ഒരു എപ്പിക് ലെവൽ ആക്ഷൻ എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. ഒരേ ഒരു പേര്, അതാണ് ജോർജ് മില്ലർ. ഇനി നമുക്ക് നേരെ സിനിമയിലേക്ക് നമുക്ക് നോക്കാം. ഫ്യൂരിയോസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള ഫ്യൂരിയോസയുടെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതൊരു എൻറ്റയർ മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു പ്രീക്വൽ ആയിട്ടുമാണ് നമുക്ക് ഈ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ നമ്മളിപ്പോൾ ഫ്യൂറി റോഡിനകത്ത് നമ്മൾ ചാർലി ട്രിയോൺ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ നമ്മൾ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ കാണേണ്ടത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ മാഡ് മാക്സ് ഫ്യൂറി റോഡ് നമ്മുടെ ടോം ഹാർഡിയുടെ ലെജൻഡറി സിനിമ ഞാൻ എന്താണ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതുമാണ്. ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെയാണ് നമുക്ക് ത്രൂ ഔട്ട് സിനിമയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഫ്യൂരിയോസയുടെ ആ ഒരു ചെറുപ്പകാലം മുതൽ തന്നെ പുള്ളിക്കാരി എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ സത്യം പറയാൻ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറയുന്നത്, ഇത് സീരീസ് ആക്കിയിരുന്നെങ്കിൽ ഒരു 5-6 എപ്പിസോഡ് വെച്ച് അവരൊരു സീരീസ് ആക്കി ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി പൊളിയായിരുന്നു എന്ന് തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു റൺ ടൈം വെച്ചിട്ട് ചില സ്ഥലത്ത് കുറച്ച് കൂടുതൽ അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചില സമയത്ത് ചില സീൻസ് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ള ആ ഒരു പേസിങ് ഇഷ്യൂ മാത്രമാണ് എനിക്ക് തികച്ചും ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. അതേ ഞാൻ പറഞ്ഞത്, എനിക്കൊരു സിനിമ കണ്ടപ്പോഴത്തേക്ക് ഇതൊരു സീരീസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി പൊളിയായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ തന്നെ നമുക്കിനി നേരെ ആനിയ ടൈലർ ജോയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഫ്യൂറി റോഡിനകത്ത് നമ്മൾ ചാർലി ട്രിയോൺ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെജൻഡറി ക്യാരക്ടറിൻ്റെ പ്രീക്വൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേയധികം രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആനിയ ടൈലർ ജോയ് വളരെ കിഡിലനായിട്ട് തന്നെ നമുക്കത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഫ്യൂരിയോസ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു യങ് വെർഷൻ നമ്മളെ കാണിച്ചു തരാം എന്നുള്ളൊരു കാര്യം. കാരണം ഒരു ബാഡ് ആസ് ആയിട്ടുള്ളൊരു ഹീറോയിൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, എത്രത്തോളം ഇമോഷണൽ ഇമ്പാക്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമ ജസ്റ്റ് ഈ ഒരു സാഗയിലേക്കുള്ളൊരു പ്രീക്വൽ മാത്രമല്ല, ഒരു വേൾഡ് ബിൽഡിങ്ങും കൂടി നമ്മളെ ഈ ഒരു സിനിമ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല. ആസ് ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിലാണെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ എങ്ങനെ ജസ്റ്റിസ് കൊടുത്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ തന്നെ ആനിയ ടൈലർ ജോയ് പൊളിയാണ്. ഇനി എടുത്തു പറയേണ്ട ഈ ഒരു സിനിമയുടെ മെയിൻ ആന്റോഗണിസ്റ്റ് ആയിട്ടുള്ള ക്രിസ് ഹെംസ്വർത്തിന്റെ ക്യാരക്ടറായിട്ടുള്ള ഡെമൻഡസിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഫ്യൂറി റോഡിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ജോയിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഉണ്ട് പുള്ളിക്കാരൻ, പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതൽ ഇമ്പാക്റ്റ് അവർ കൊടുത്തിട്ടുള്ള ഡെമൻഡസിന്റെ ക്യാരക്ടറിനെ തന്നെയാണ്. ഞാൻ ഇത്രയും പറയുള്ളൂ, കുറച്ച് കാലത്തിന് ശേഷം, അതായത് മാർവലിൽ നിന്ന് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റോള് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതാണ് ഈ റോൾ എന്ന് എനിക്ക് എന്താണെങ്കിലും ഒരു അക്ഷരം പോലും തെറ്റാതെ എനിക്ക് പറയാൻ പറ്റും. യെസ്, നമ്മൾ എക്സ്ട്രാക്ഷൻ സിനിമയിലെല്ലാം നമ്മൾ ക്രിസ് ഹെംസ്വർത്തിനെ വീണ്ടും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി പുള്ളിക്കാരൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള റോൾ ഏതാണെന്ന് ചോദിച്ചാൽ തോറ് തന്നെയായിട്ടുള്ള റോള് തന്നെയാണ്. കാരണം മാർവൽ പല ആക്ടേഴ്സിനും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, മാർവലിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ വേറെ ഏത് സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറിനൊന്നും ശരിയാവില്ല എന്നുള്ളൊരു കാര്യം. അത് തികച്ചും തെറ്റാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് ക്രിസ് ഹെംസ്വർത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പുള്ളിക്കാരൻ എന്താ പറയണ്ടേ, ഇത്രയും ഫണ്ണായിട്ട്, അതായത് ഇത്രത്തോളം എനർജിയിൽ ക്രിസ് ഹെംസ്വർത്ത് ഒരു സിനിമ അഭിനയിച്ചേക്കണം ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു വില്ലൻ്റെ രീതിയിലാണെങ്കിലും അതുകൂടാതെ ചില സമയത്ത് ഹ്യൂമർ കൊണ്ടുവരാനാണെങ്കിലും എല്ലാം പുള്ളിക്കാരൻ ആ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഒരു ഡെമൻഡസിൻ്റെ ക്യാരക്ടറിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ക്രിസ് ഹെംസ്വർത്തിൻ്റെ തന്നെ വൺ ഓഫ് ദ ഒരു എന്താ പറയേണ്ട ഒരു കിഡിലനായിട്ടും അതുകൂടാതെ തന്നെ ഒരു ഐക്കോണിക്, അതായത് തോറ് പോലെ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ്
എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഡെമൻഡസിൻ്റെ ക്യാരക്ടറിനെ കണ്ടപ്പോഴും എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. എങ്ങനെയാണോ അപ്പുറത്ത് അനിയ ടൈലർ ജോയ് പുള്ളിക്കാരിയുടെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നത്, അതേപോലെ നമുക്ക് ഇവിടെ എന്താണ് കയ്യടി വരെ നമുക്ക് കിട്ടും. അതായത് ക്രിസ് ഹെംസ്വർത്തിന്റെ ക്യാരക്ടറും അമ്മാതിരി മാസ് ആയിട്ടുള്ള ഒരു അപ്പീലാണ് അവർ നമ്മളെ ത്രൂ ഔട്ട് നമ്മളെ കാണിച്ചു തരാനും ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഈ ഒരു വേൾഡിന്റെ കുറച്ചും കൂടി വേൾഡ് ബിൽഡിംഗ് ചെയ്യാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് അവർക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ ചെയ്യാനും സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. കാരണം ഇനി നമ്മൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നേരെ ഫ്യൂറി റോഡ് ഒന്നും കൂടി നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവിടെ ഇവിടേക്ക് നമുക്ക് ബന്ധമില്ലാതെ പോയിട്ടുണ്ടായിരുന്ന സീൻസിന്റെ കണക്ഷൻ ഏതാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഇനി നമ്മൾ ഫ്യൂറി റോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം ആ ഒരു കണക്ഷൻ വന്നത് ഫ്യൂരിയോസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയിൽ കൂടി തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് സിനിമയ്ക്കകത്തുള്ള വിഷ്വൽ എഫക്ട്സും CGI ആണെങ്കിൽ തന്നെ അത് അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ സീൻസിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. എല്ലാം CGI എന്ന് ഞാൻ പറയുന്നില്ല. ഫ്യൂറി റോഡിൽ നമ്മൾ കണ്ടതുള്ളത് പോലെ തന്നെ ചില പ്രാക്ടിക്കൽ സീൻസും അതുകൂടാതെ തന്നെ ചില CGI സീൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ആക്ഷൻ രംഗത്തിനെ കുറിച്ച് പറയാൻ നമുക്കറിയാം ഓൾറെഡി ബെഞ്ച് മാർക്കിംഗ് ആയിട്ട് മറ്റൊരു സിനിമയുണ്ട്. കാരണം അത് ഈ സിനിമയുടെ സീക്വൽ തന്നെയാണ് മാഡ് മാക്സ് ഫ്യൂറി റോഡ്. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമ എന്താണെങ്കിലും ആ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഞാൻ ഞാൻ പറയുന്നുള്ളൂ, അതിനേക്കാളും കിഡിലനായിട്ടുള്ള ആക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര വലിയ ലെജൻഡറി ആയിട്ടുള്ള പുതിയ ഇൻവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ആക്ഷൻ അവർ കൊണ്ടുവന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. എന്നിരുന്നാൽ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ മറ്റേ സിനിമയുടെ മാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഫ്യൂറി റോഡിനെ ഒരു സിനിമയുടെ ആക്ഷന് മാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എത്രയും വലിയ അച്ചീവ്മെൻ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഫ്യൂറി റോഡ് വൺ ഓഫ് ദി കിഡിലൻ, നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കണമെങ്കിൽ എൻ്റെയും വൺ ഓഫ് ദി ഓൾ ടൈം ആക്ഷൻ സിനിമയ്ക്കകത്ത് വരുന്നൊരു സിനിമ തന്നെയാണ് മാഡ് മാക്സ് ഫ്യൂറി റോഡ്. ആൻഡ് ഫ്യൂരിയോസയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ജോർജ് മില്ലർ ഒരു പോളിയായിട്ടുള്ളൊരു ഡയറക്ടർ തന്നെയാണ്. പുള്ളിക്കാരൻ ഇതിനകത്ത് പുതിയ വലിയ ഇൻവെൻഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തന്നെ ആക്ഷൻ സീക്വൻസ് ഒരിക്കൽ കൂടി പുള്ളിക്കാരൻ എപ്പിക്കായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ സിനിമയുടെ എൻഡിങ് വരെ ആ ഒരു അഡ്രിലൈൻ ഫീലിംഗ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. അത് ഈ ഒരു സിനിമയുടെ നിങ്ങളൊരു ആക്ഷൻ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ വസൂലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കൂടുതലും മാഡ് മാക്സ് സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ സീക്വൻസ് നമുക്ക് കൂടുതലും വണ്ടികളിൽ വെച്ചാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസ് വണ്ടിക്കകത്ത് വെച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ആക്ഷൻ്റെ കോറിയോഗ്രാഫി പോലെ തന്നെ അവിടെ വരുന്ന മറ്റൊരു വലിയൊരു കാര്യം തന്നെയാണ് സൗണ്ട് ഡിസൈനിങ്. ഒന്നും പറയാനില്ല, വൺ ഓഫ് ദി കിഡിലൻ ആയിട്ടുള്ളൊരു സൗണ്ട് ഡിസൈനിങ് കൂടി ഈ ഒരു സിനിമയ്ക്ക് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ആൻഡ് ആ ഒരു സൗണ്ടും ആക്ഷനും കൂടെ അതിൻ്റെ BGM എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വൺ ഓഫ് ദി എപ്പിക് ആയിട്ടുള്ളൊരു ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിക്കുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ആസ് ഒരു മാഡ് മാക്സ് ഫാൻ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു സിനിമ അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. രണ്ട് സിനിമയും ഒരേപോലെ കിഡിലനായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന, അതായത് ഇനിയും കുറേ സിനിമകൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി കിഡിലൻ ആയിട്ടുള്ളൊരു ആക്ഷൻ സീക്വൻസ് കാണാൻ സാധിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഫ്യൂരിയോസ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മാർവൽ ഫാൻസിനോട്, അതായത് തോറിൻ്റെ മറ്റൊരു വെർഷൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡെഫിനൈറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സിനിമ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ് ഹെംസ്വർത്ത് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഏതൊരു ക്യാരക്ടറിനെയും പുള്ളിക്കാരൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. ജസ്റ്റ് മാർവലിൻ്റെ തോർ മാത്രമല്ല, ഇതേപോലത്തെ ഭയങ്കര മെനസിങ് ആയിട്ടും ഭയങ്കര മാസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെയും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. മാഡ് മാക്സിൻ്റെ സഹായിക്കകത്ത് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആക്ഷൻ രംഗം, ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ടോം ഹാർഡി, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. സോ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.